ഗുഡ് മോർണിംഗ്. ഞാൻ എണീറ്റ് പക്ഷേ ഇത്തിരി നാളെ അരയ്ക്കാണ്ടായിരുന്നിട്ട് അതാട്ടെ ചെയ്യണേ. വേറെ ഒന്നല്ല, നിച്ചുവിൻ്റെ അംഗനവാടിയിൽ ഓണ സെലിബ്രേഷനാണ്. അപ്പോൾ ഓരോ കുട്ടികളും ഓരോ കറികളാണ് കൊണ്ടുപോകേണ്ടത്. അപ്പം ഞാൻ എലിശ്ശേരിയായിരുന്നു. അപ്പം ഇന്നലെ തന്നെ തലേദിവസമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വേഗം അത് മിക്സിയിൽ അരച്ചു കേട്ടോ. എന്ന് വെച്ചാൽ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു. അപ്പോൾ എപ്പോഴാണ് കറണ്ട് പോകുകയെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ മിണ്ടുമ്പോഴത്തേനും പോകില്ല. അപ്പോൾ അത് അരച്ച് വെച്ച് കഴിഞ്ഞാൽ സമാധാനമായി. ഇനി പൂവേ വരെ എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ. എന്നിട്ടാണ് ഞാൻ പിന്നെ ചോറും പിന്നെന്താ മത്തങ്ങയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വേഗം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് ചോറ് ആവി കയറ്റാൻ വെച്ചു. ഞാൻ മത്തങ്ങയും പയറും ഒരുമിച്ച് വിസിലടിക്കാമെന്ന് വിചാരിച്ചിട്ട്, കാരണം പയറ് വെന്ത് പോണ കാരണം കൊണ്ടേ ഒരൊറ്റ വിസിലടിച്ചു. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിട്ടു. പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കുറേ വെക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ കൊണ്ട് ശരിയാവോ, മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതല്ല എന്നൊക്കെ ആലോചിച്ചിട്ട് പിന്നെ എനിക്കറിയണം മാതിരി അങ്ങോട്ട് വെച്ചു. എന്നിട്ട് ഒരൊറ്റ വിസിലടിച്ചിട്ട് വെച്ചു. പിന്നെ എന്താ ചിയാ സീഡൊക്കെ വെള്ളത്തിലിട്ടു. പിന്നെ ചേട്ടാക്കി കറി കൊണ്ടുപോകണമല്ലോ, അപ്പോൾ പ്രത്യേകിച്ച് കറിയൊന്നും വെക്കാൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. ഇതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ അപ്പോൾ ഇത്തിരി ചെമ്മിയിരിക്കണ കാരണം കൊണ്ട് അതാക്കാൻ വേണ്ടി അതിൻ്റെ അപ്പുറത്ത് വെച്ച് ഒക്കെ ഒരുമിച്ചായിട്ട് ചെയ്യണം. വെപ്രാളം പിടിച്ച മാതിരി ചെയ്യണം കേട്ടോ. എന്നിട്ട് വേഗം അരപ്പൊക്കെ ഇട്ട് പിന്നെ ഇത്തിരി പഞ്ചസാര ഇട്ടുട്ടാ. അമ്മച്ചി പറഞ്ഞ് പഞ്ചസാര ഇട്ടോളൂന്ന്. അപ്പം ചെമ്മീനും പിന്നെ അതിൻ്റെ കൂടെ നാളരൊക്കെ വറുത്തൊക്കെ ഒരുമിച്ച് സെറ്റാക്കിയിട്ടാ. എന്നിട്ട് ഓടിപ്പോയി ചിയാസിഡ് കൊടുത്ത് ചേട്ടായിക്കും കൊടുത്തു. അപ്പോൾ ചേട്ടായി ചോദിക്കണം, നീ എന്തിനിങ്ങനെ കിടന്ന് വെപ്രാളം പിടിക്കണേന്ന് ചോദിക്കണേ. എനിക്ക് നേരം പോണത് ഇവിടെ ഇല്ലാന്നേ. പിള്ളേരെ എണീപ്പിച്ച് കുളിപ്പിച്ച് അവർക്ക് ഫുഡ് കൊടുക്കാനാണ്. ഫുഡ് കൊടുക്കാതിരുന്ന 1 മണിക്കൂറാണ് കണക്ക്. അപ്പം നേരത്തെ കഴിഞ്ഞാലല്ലേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ നേരം വൈകില്ലേ പോകുമ്പം. പൂക്കളിട്ട് അവസാനം പൂക്കളിട്ട് വന്നപ്പോൾ അത് ചെറുതായിട്ടൊരു ചെമ്പരത്തിക്കളം പോലെയായിട്ട്, വേറെ പൂവൊന്നും ഉണ്ടായിരുന്നില്ല. ധൃതി ആയതുകൊണ്ട് വേറെ ഒന്നും ആ നേരത്തെ മനസ്സിലും വന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ വേഗം പോയി അവർക്ക് കൊണ്ടുപോകണത് ഒരു കാസറോളിൽ പകർത്തി വെച്ചിട്ടാണ് പിന്നെ ചേട്ടാക്കി ചോറാക്കിയത് കേട്ടോ. അപ്പം കറക്റ്റ് കറിയായിരുന്നു. ചേട്ടാക്കി കൊണ്ടുപോകണത് രാവിലെ കഴിക്കാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് സദ്യയാണല്ലോ. ചേട്ടാക്കി കൊണ്ടുപോകണതൊക്കെ ആക്കിയിട്ട് ഞാൻ ഓടിപ്പോയി ഷർട്ടൊക്കെ തേച്ചു. അപ്പോൾ ഷർട്ട് തേക്കണതിന് അടിയിൽ എൻ്റെ സെറ്റ് മുണ്ടും ഇട്ടുണ്ട് കേട്ടോ. കാരണം സാരിയൊക്കെ എടുക്കണ്ടേ. പിന്നെ ബാക്കി ഓണത്തിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. ടാറ്റാ ബൈ.